ഇന്ന് കല്ലുമ്മക്കായ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇവിടെ വിത്ത് ഷെല്ലോടെ കൂടിയുള്ള കല്ലുമ്മക്കായാണ് മേടിച്ചിരിക്കുന്നത്. 2.25 കിലോ ഉണ്ട്. ഇവിടെ ഓർഗാനിക് കല്ലുമ്മക്കായ എന്നൊക്കെയാണ് എഴുതിയേക്കണത്. ഇത് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഇതിൽ നിന്ന് ഈ കക്കയുടെ ഉള്ളിൽ നിന്ന് മീറ്റ് നമുക്ക് വേർതിരിച്ചെടുക്കണം. അതിന് ശേഷം ഇത് നമുക്ക് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി ഇത് പുഴുങ്ങാൻ വെച്ചേക്കുവാണ്. ഇത് നല്ലോണം തിളച്ച് കഴിയുമ്പോഴേക്കും ഈ കക്ക പൊട്ടി കഴിയുമ്പോഴേക്കും ഈ ഇറച്ചി അതിൽ നിന്ന് അടർത്തി മാറ്റാം. അതിന് ശേഷം നമുക്ക് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഫ്രൈയോ റോസ്റ്റോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായയുടെ കക്കയെല്ലാം കളഞ്ഞ് അതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി, ഉപ്പും, ഇച്ചിരി വിനാഗിരിയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് തിരുമ്മി വെച്ചേക്കണതാണ്. അതിന് ശേഷം ഇതെങ്ങനെ നമുക്ക് ഒലത്തിയെടുക്കാമെന്ന് നോക്കാം. പിന്നെ ഇന്ന് ഈ കല്ലുമ്മക്കായയുടെ കൂടെ തന്നെ ഒരു സീ ഫുഡ് മെലഡി എന്ന് പറഞ്ഞ് നമുക്ക് ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാനൊരു 1.5 കിലോ സാൽമൺ എടുത്ത് വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്. ഈ സാൽമൺ മാങ്ങ തേങ്ങ അരച്ച് വയ്ക്കാം. അതുപോലെ തന്നെ മീൻ വറക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇന്ന് ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ മീൻ വറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടി ഒരു 7-8 പീസ് മീൻ എടുത്തിട്ടുണ്ട്. ഈ മീനകത്ത് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന മസാല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 പീസ് മീൻ എടുത്തിട്ടുണ്ട്. ഇതിന് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു 4 വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ച് നീട്ടമുള്ള ഇഞ്ചി, ഒരു 4 ചെറിയ ഉള്ളി, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, കറിവേപ്പില, 1 സ്പൂൺ വിനാഗിരി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവയെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് നമുക്ക് ഈ മീനകത്ത് തേച്ച് പിടിപ്പിക്കാം. ഈ അരപ്പ് റെഡിയാകുമ്പോൾ അതിനകത്ത് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് ഈ മീനകത്ത് മസാല തേച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് കല്ലുമ്മക്കായ ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് മീനും മാങ്ങയും, ലാസ്റ്റ് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി. സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയായിരിക്കുന്നു. ചീനച്ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് കടുക് ഇടുക. കടുക് ഇട്ടതിന് ശേഷം ഞാനൊരു മീഡിയം സൈസ് ഒരു 1.5 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ചി നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില. മീൻ ടൈം ഞാൻ നമ്മുടെ മീൻ വറുക്കാനുള്ള പെരിഞ്ജീരകമൊക്കെ ഇട്ട് അരച്ച മസാലയിൽ നമ്മുടെ മീൻ ഫ്രൈകൾ മുക്കി വെച്ചേക്കുവാണ്. ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് മീൻ വറക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത് നമുക്ക് ഈ കല്ലുമ്മക്കായ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കടുക് പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ കടുക് പൊട്ടിയത് കഴിഞ്ഞു. കടുക് പൊട്ടിക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ ചേരുവകളെല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് മസാല ചേർക്കണമെന്ന് നോക്കാം. ഇനി സവാള അത്യാവശ്യം വാടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, 1/2 സ്പൂൺ ഇഞ്ചിപ്പൊടി, 1/2 സ്പൂൺ വെളുത്തുള്ളിപ്പൊടി, 1/2 സ്പൂൺ ബിരിയാണി മസാലപ്പൊടി. നമ്മൾ 2.25 കിലോ കല്ലുമ്മക്കായ എന്നൊക്കെ ഞാൻ വലിയ വാചകമൊക്കെ അടിച്ചു. അവസാനം വന്നപ്പോഴേക്ക് തന്നെ കഷ്ടിച്ച് ഒരു 600 ഗ്രാം ഉണ്ട്. അതുകൊണ്ടാണ് ഒരു 1/2 കിലോയുടെ കണക്കിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മീറ്റ് മസാല ഇട്ടത്. ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് കല്ലുമ്മക്കായും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇത് ഒരു 1/4 വേവായതിന് ശേഷമാണ് നമുക്കൊരു മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ കല്ലുമ്മക്കായ ഇപ്പോൾ 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും.
അത് കഴിഞ്ഞ് നല്ലോണം ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നല്ലോണം മുരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ റെഡിയാവും. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ റെഡിയായിരിക്കുന്നു. ഈ കല്ലുമ്മക്കായ തീ ഓഫാക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. ഒരു ചെറിയ സവോള എടുക്കുക, അതിൻ്റെ പകുതി വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലിട്ടൊന്ന് വെതറിയിടുക. എന്നിട്ട് അപ്പം തന്നെ തീ ഓഫാക്കി ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ റെഡി ആയിരിക്കും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ സവോളയുടെ ആ ഒരു ക്രഞ്ചിനെസ്സും ആ ക്രിസ്പിനെസ്സും എല്ലാം കിട്ടും. അപ്പോൾ ആ കല്ലുമ്മക്കായുടെ കൂടെ കഴിക്കാൻ നിർത്തി പ്രത്യേക രുചിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ സ്വാദിഷ്ടമായ കല്ലുമ്മക്കായ റെഡി ആയിരിക്കും. ഇനി നമുക്ക് മീൻ തേങ്ങ അരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്, സാൽമൺ മീനാണ്. പിന്നെ ഈ അരപ്പിന് വേണ്ടി ഒരു 4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞേക്കണത്, 4 വെളുത്തുള്ളി, 1/2 ഇഞ്ച് നീട്ടമുള്ള ഇഞ്ചി, 100 ഗ്രാം തേങ്ങാപ്പീര, 2.5 സ്പൂണ് ഫിഷ് മസാലപ്പൊടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഉപയോഗിക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 1/4 സ്പൂൺ കായപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേരുവകൾ അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ അരച്ച മീൻകറി എന്ന് പറയുന്ന നേരത്ത് നമുക്ക് തേങ്ങ അരച്ച് പുളിക്ക് വേണ്ടി നമുക്ക് മാങ്ങ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുടംപുളി ഉപയോഗിക്കാം. ഞാനിവിടെ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് അരയ്ക്കാൻ നേരത്ത് ഈ മാങ്ങ അതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കുവാണ്. പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മീനും മാങ്ങയും ഉണ്ടാക്കാൻ നേരത്ത് മീൻ പീസ് എടുത്ത് നിന്നിട്ട് മാങ്ങ എടുത്ത് മാറ്റി വയ്ക്കും. ഇവിടെ ഞാൻ 2-3 പ്രാവശ്യം മീൻ കറി ഉണ്ടാക്കാൻ നേരത്ത് ഇവിടെ അമ്മയും മക്കൾ ഈ പരിപാടിയാണ്. മീൻ പീസ് എടുത്ത് നിന്നിട്ട് മാങ്ങ എടുത്ത് കളയും, എന്നെ കാണിക്കാതെ കളയൽ. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഇത് തേങ്ങ അരക്കണേൻ്റെ കൂടെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എടുത്ത് കളയും. അതുകൊണ്ട് ഞാൻ നല്ല പുളിയുള്ള മാങ്ങയാണ്, ഞാൻ ഫ്രോസൺ മാങ്ങയാണ് എടുത്തേക്കണത്. അപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മാങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് മീൻ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അങ്ങനെ നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇങ്ങോട്ട് എടുത്ത് ഒഴിച്ചു. അതിന് ശേഷം നമുക്ക് മീൻ ഓരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മീനിട്ട് അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളക്കണ വരെ വയ്ക്കും. അങ്ങനെ നമ്മുടെ മീൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മീനൊന്ന് തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് താളിച്ചതിൻ്റെ മുകളിൽ ഒഴിക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച മീൻകറി ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ കൺസിസ്റ്റൻസിയിലിരിക്കണം. അതുപോലെ തന്നെ ഒത്തിരി ഇളക്കരുത്. ഇതിപ്പോൾ സാൽമണാണ്, അതുകൊണ്ട് ദശയ്ക്ക് മുറുക്കുള്ള മീനാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്താലും വലിയ കുഴപ്പമില്ല. നേരെ മറിച്ച് തിലോപ്പി അങ്ങനത്തെ സാധനമാണെങ്കിൽ ഒത്തിരി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. പിന്നെ പ്രത്യേകം ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ മീൻ തിള വന്നതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് ഇളക്കി കൊടുക്കുക, മീനിൽ നിന്ന് ദശ അടർന്നു പോകും. ഇനി താളിക്കാനായിട്ട് ഞാൻ ആദ്യം കൊണ്ട് കടുകിട്ടു. അത് കഴിഞ്ഞ് ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ടു. അതിനുശേഷം 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് താളിക്കുക. അതിനുശേഷം ഈ താളിച്ചത് നമുക്ക് തേങ്ങ അരച്ച മീൻ കറി ഇട്ട് ഒഴിച്ചു കൊടുക്കുക. അതോടെ നമ്മുടെ തേങ്ങ അരച്ച മീൻ കറി റെഡിയാവും.
അങ്ങനെ തേങ്ങ അരച്ച് മീൻ കറിയിട്ട് കടുക് പൊട്ടിച്ച് താളിച്ചൊഴിച്ചു. ഇനി ആ താളിച്ചത് ഒരു 10 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ, പെട്ടെന്ന് ഇളക്കി കൊടുക്കണ്ട, അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അങ്ങോട്ട് നിറങ്ങട്ടെ. അങ്ങനെ നമ്മുടെ സീ ഫുഡ് മെലഡിയുടെ രണ്ടാമത്തെ ഐറ്റം റെഡി ആയിരിക്കുന്നു. ആദ്യത്തെ ഐറ്റം നിങ്ങൾക്കറിയാം, കല്ലുമ്മേക്കായ ഫ്രൈ റെഡി ആയിരിക്കുന്നു. അത് തേങ്ങ അരച്ച് മീൻ കറി റെഡി ആയിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഐറ്റമായ ഫിഷ് ഫ്രൈയിലേക്ക് പോകുന്നു. അങ്ങനെ ആ ഫിഷ് ഫ്രൈക്ക് ശേഷം ഉണക്കച്ചെമ്മീനും മാങ്ങയും ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അങ്ങനെ സീ ഫുഡ് മെലഡിയുടെ മൂന്നാമത്തെ ഐറ്റമാണ് റെഡിയാക്കാൻ പോണത്. പെരിഞ്ചീരകവും വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, കറിവേപ്പില, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, അതിൻ്റെ കൂടെ വിനാഗിരി ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, ഉപ്പ്, ഇതെല്ലാം ചേർത്ത് അരച്ചെടുത്തതാണ്. ഒരു മസാലയിലാണ് മീൻ മുക്കി വെച്ചേക്കുന്നത്. ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറായി ഇത് ഇങ്ങനെ മസാലയിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇത് ഈ പാനിനകത്തിട്ട് ഇടാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, ഇച്ചിരി കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നോക്കാം. അങ്ങനെ ഇത് ഓരോ പീസായിട്ട് ഇട്ട് നമുക്ക് ഫൈനലി ഇട്ട് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഇരിക്കുന്നു നോക്കാം. അങ്ങനെ മീനെല്ലാം ഫാനിനകത്ത് എടുത്തിട്ടു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത്ര അരപ്പ് ബാലൻസ് ഉണ്ട്. ഈ അരപ്പ് മീൻ വൺസ് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡുകളിലും ആ അരപ്പ് വളരെ ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ടായി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് കൂടുതൽ ഭയങ്കര ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണ്ട. മാക്സിമം ഒരു 3 to 4 മിനിറ്റ്സ് വെച്ചാൽ മതി ഒരു സൈഡ്. അത് കഴിഞ്ഞിട്ട് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡ് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിരിക്കുന്നു. നമ്മുടെ ഫിഷ് മെലഡിയുടെ മൂന്നാമത്തെ ഐറ്റവും റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടി ചമ്മന്തി ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടിയുള്ള ചമ്മന്തിക്ക് വേണ്ടിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 50 ഗ്രാം ഉണക്കച്ചെമ്മീനാണ് എടുത്തേക്കണത്. പിന്നെ ഒരു 5 ചെറിയ ഉള്ളി എടുത്തു, 5 വെളുത്തുള്ളി എടുത്തു, 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി എടുത്തു, 2 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക്, 200 ഗ്രാം തേങ്ങ, ചിരണ്ടിയ തേങ്ങ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 പിഞ്ച് കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയെല്ലാം. പിന്നെ ഞാൻ ചേർത്തേക്കുന്നത് മാങ്ങ. ഇപ്പോൾ ഞാൻ ഫ്രോസൺ മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരു മാങ്ങയുടെ പകുതി, നല്ല പുളിയുള്ള മാങ്ങയായതുകൊണ്ട് ഒരു മാങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചേരുവകളെല്ലാം ഇട്ടിട്ട് ഇത് വറുത്തെടുക്കൊന്നും വേണ്ട, ഒരു 3 to 4 മിനിറ്റ്സ് ഇത് ആദ്യം ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു 3 to 4 മിനിറ്റ്സ് വെച്ച് ഒന്ന് ചീഞ്ചട്ടിയിലിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഇത് അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മയും മാങ്ങയും ചമ്മന്തി റെഡിയായിരിക്കുന്നു. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കണ്ടമാനം ഉണക്കച്ചെമ്മീൻ ഇടരുത്. ഒരു 50 ഗ്രാമാണ് ഞാൻ ഈ പറയുന്ന ചേരുവകൾക്ക് ഉപയോഗിക്കുമ്പോൾ. 50 ഗ്രാമിൽ കൂടുതൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കാരണം ഉണക്കച്ചെമ്മീൻ്റെ ഭയങ്കര ഒരു ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാൻ. കാരണം നമ്മുടെ നാട്ടിലെ പോലത്തെ ഉണക്കച്ചെമ്മീനല്ല ഇത്. നാട്ടിലെ വെറും തോടാണ് ഇത്, കാതിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും 50 ഗ്രാം കൂടുതൽ 200 ഗ്രാം തേങ്ങയ്ക്ക് 50 ഗ്രാമിൽ കൂടുതൽ ഉണക്കച്ചെമ്മീൻ ഇടരുത്. അത് പ്രത്യേകം ഓർക്കുക. അങ്ങനെ നമ്മുടെ സീ ഫുഡ് മെലഡി 4 റെഡി ആയിരിക്കുന്നു. ഈ 4 ഒരുമിച്ച് വെച്ച് നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സീ ഫുഡ് മെലഡിയുടെ വീഡിയോ ഇവിടെ റെഡി ആയിരിക്കുന്നു. നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ, സാൽമൺ സ്പെഷ്യൽ മസാല ഫ്രൈ, സാൽമൺ തേങ്ങ അരച്ച് കറി, ഉണക്കച്ചെമ്മീനും മാങ്ങയും ചമ്മന്തി. ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.